Take page number 14. A clever idea. Okay. I will read that chapter once. All of you look at your textbook. Look at your textbook. Okay. Are you ready? Minhaj class start ചെയ്തില്ല. അപ്പോഴത്തേക്ക് അവൻ കൊട്ടുകയാണ്. Listen here. Okay. Once there lived an old farmer. He had a big orchard of coconut and mango trees. He worked hard and became very rich. He had 2 lazy sons who would not work at all. This made him very unhappy. One day, the farmer thought of teaching his sons a lesson. It was December. The farmer took his sons to the orchard. The trees had only a few leaves. The ground was hard and dry. My sons, he said, I have a hidden treasure in my orchard. If you want to find it, you must dig deep. You must turn over every bit of, next page, soil. You must be careful not to spoil the roots while digging. And yet you must not dig too far from the trunks. The treasure will be yours only if you dig properly. The lazy sons became excited. They did not like to work, but they wanted the treasure. They picked up their spades and began digging. They dug deep into the ground. They carefully turned over the soil, but they did not find any treasure. They found only stones which they threw away. Their soft hands became hard and brown. അതുവരെയല്ലേ എടുത്തത് അല്ലേ? അതുവരെയുള്ള മീനിങ് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. മറന്നു പോവാൻ സാധ്യതയുണ്ട്, കാരണം ഒരുപാട് ദിവസമായില്ലേ മിസ് ക്ലാസ് എടുത്തിട്ട് അല്ലേ? അപ്പൊ ആദ്യം മുതലേ കഥ ഒന്ന് കേട്ടോ. എന്തൊക്കെയാണ്? All of you look at your textbook. Look at your textbook. You have to use your fingers to read, okay? കൈ തൊട്ട് വായിക്കുക. Once there lived an old farmer. ഒരിക്കലും ഒരിടത്ത് ഒരു വയസ്സായിട്ടുള്ള കൃഷിക്കാരൻ, ഒരു ഫാർമർ ജീവിച്ചിരുന്നു. Okay. He had a big orchard of coconut and mango trees. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? കോക്കനട്ട് ട്രീസിന്റെയും മാംഗോ ട്രീസിന്റെയും വലിയൊരു തോട്ടം ഉണ്ടായിരുന്നു. He worked hard and became very rich. ഒരു പ്രാവശ്യം എടുത്തതോടാണ് മിസ് ഇത്ര സ്പീഡിൽ പോകുന്നത്. Okay. He worked hard and became very rich. വളരെ അധികം കഷ്ടപ്പെട്ട് അദ്ദേഹം എന്തായി മാറി? ഒരു പണക്കാരനായിട്ട് മാറി. He had 2 lazy sons. Lazy means അലസന്മാരായ അല്ലെങ്കിൽ മടിയന്മാരായ. He had 2 lazy sons who would not work at all. അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്? 2 ആൺമക്കളുണ്ട് അല്ലേ? ഒരു പണിയെടുക്കാത്ത അലസന്മാരായ മടിയന്മാരായ 2 മക്കൾ ആർക്കുണ്ട്? നമ്മുടെ ഓൾഡ് ഫാർമർക്ക് ഉണ്ട്. This made him very unhappy. അത് നമ്മുടെ ഓൾഡ് ഫാർമർ എന്തുണ്ടാക്കി? സങ്കടം ഉണ്ടാക്കി അല്ലേ? ഒരു പണിയെടുക്കാത്ത മക്കളാണല്ലോ എനിക്കുള്ളത് എന്നുള്ള വിചാരിച്ചിട്ട് നമ്മുടെ ഫാർമറിന് സങ്കടമാണ് എപ്പോഴും. One day, ഇവിടെയാണ് മിസ് പറയുന്നത്, one day the farmer thought of teaching his sons a lesson. ഒരു ദിവസം നമ്മുടെ ഫാർമർ എന്താ ചിന്തിച്ചത്? ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം അല്ലേ? ഈ മടിയന്മാരായ മക്കളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ എന്ന് തീരുമാനിച്ചു. It was December. അത് ഏത് മാസമായിരുന്നു? That was December. The farmer took his sons to the orchard. ഫാർമർ എന്ത് ചെയ്തു? തന്റെ മക്കളെ 2 ആൺമക്കളെയും കൂട്ടി എങ്ങോട്ടേക്ക് പോയി? ആ ഓർച്ചർഡിലേക്ക് പോയി അല്ലേ? കോക്കനട്ട് ട്രീന്റെയും മാംഗോ ട്രീന്റെയും ആ തോട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയി. The trees had only a few leaves. ട്രീസിൽ എന്തേ ഉള്ളൂ? കുറച്ച് ഇലകൾ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. The ground was hard and dry. ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? അതിന്റെ നിലം എങ്ങനെയായിരുന്നു? It was hard and dry അല്ലേ? വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര ഹാർഡ് ആയിരുന്നു. എന്തുകൊണ്ടാ? മണ്ണിൽ പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് അത് ഭയങ്കര ഹാർഡ് ആയിരുന്നു ആ നിലം. My sons, he said. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളെ, I have a hidden treasure in my orchard. എന്റെ ഈ തോട്ടത്തിൽ എന്തുണ്ട്? I have a hidden treasure. എന്ത് ട്രഷർ ആണ്? ഹിഡൻ ട്രഷർ ആണ് അല്ലെ? ആരും കാണാത്ത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധി എന്റെ ഈ ഗ്രൗണ്ടിൽ ഉണ്ട്. If you want to find it, you must dig deep.
നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗ്രൗണ്ട് മുഴുവൻ നിങ്ങൾ ഡിഗ് ചെയ്യണം. ഡിഗ് മീൻസ് കുഴിക്കണം. You must turn over every bit of next page. Take next page. Every bit of soil. നിങ്ങൾ മണ്ണിന്റെ എല്ലാ വശങ്ങളും അല്ലേ കുഴിച്ചു നോക്കണം. എന്ത് കിട്ടാൻ വേണ്ടിട്ട്? പ്രഷർ കിട്ടാൻ വേണ്ടിട്ട്. You must be careful not to spoil the roots while digging, and yet you must not dig too far from the trunks. The treasure will be yours only if you dig properly. എന്നിട്ട് എന്തും കൂടി പറഞ്ഞു? You must be careful not to spoil the roots while digging. നിങ്ങൾ കുഴിക്കുന്ന സമയത്ത് നിങ്ങൾ റൂട്ട്സ് ഒന്നും നമ്മുടെ മരങ്ങളുടെ റൂട്ട്സ് ഒന്നും സ്പോയിൽ ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. And yet you must not dig too far from the trunks. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ മരത്തിന്റെ കുറെ ദൂരം പോയി കുഴിക്കാനും പാടില്ല. മരത്തിന്റെ അടുത്തായിട്ട് തന്നെ കുഴിക്കാൻ വേണം. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? മരത്തിന്റെ റൂട്ട്സിന് ഒരു കംപ്ലൈന്റും പറ്റാൻ പാടില്ല. The treasure will be yours only if you dig properly. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കുഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ട്രഷർ കിട്ടുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്. ഓക്കെ. The lazy sons became excited. Lazy sons എന്ത് ചെയ്തു? അവർക്ക് സന്തോഷമായി, അവർ എക്സൈറ്റഡ് ആയി അല്ലേ? They did not like to work, but they wanted the treasure. അവർക്ക് പണിയെടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ എന്ത് വേണം അവർക്ക്? നിധി വേണം അല്ലേ? ട്രഷർ വേണം. പണിയെടുക്കാതെ പൈസ തട്ടാനുള്ള അവരുടെ സൂത്രാണ് മടിയന്മാര്. എന്നിട്ട് നോക്കാം. They picked up their spades and began digging. അവരെന്ത് ചെയ്തു? അവരുടെ സ്പേഡ്സ് എടുത്തിട്ട് കുഴിക്കാൻ വേണ്ടി തുടങ്ങി. എന്തിനു വേണ്ടിട്ടാ? To find out the treasure. They dug deep into the ground. അവർ നല്ല ആഴത്തിൽ തന്നെ ഗ്രൗണ്ടിൽ കുഴിക്കാൻ വേണ്ടി തുടങ്ങി. They carefully turned over the soil. അവര് ട്രങ്കിന് റൂട്ട്സ് ഒന്നും സ്പോയിൽ ചെയ്യാതെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? കുഴിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. They did not find any treasure. അവർക്ക് ഒരു ട്രഷറും ഒരു നിധിയും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. They found only stones. അവർക്ക് എന്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ? സ്റ്റോൺസ് അല്ലേ? They find out only stones. മിൻഹാജിനെ കാണുന്നില്ല. കുറച്ചു നേരം ഇരിക്കാമോ? ഓക്കെ. They found only stones. അവര് സ്റ്റോൺസ് മാത്രം. സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താണ്? കല്ലാണ് അല്ലേ? അവർക്ക് നിധി ഒന്നും കിട്ടിയിട്ടില്ല നാഫി. അവർക്ക് കല്ലുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. Which they threw away. Their soft hands became hard and brown. അവരുടെ കുഞ്ഞു കൈകൾ അല്ലെ? പണിയെടുക്കാത്ത ആൾക്കാരുടെ കൈ നോക്കി കാണാൻ കുഞ്ഞു മക്കളുടെ കൈ പോലെ ആയിരിക്കും അല്ലെ? സോഫ്റ്റ് ആയിരിക്കും. അത് എന്ത് ചെയ്തു പണിയെടുത്തപ്പോ? ഇറ്റ് ബിക്കേം ഹാർഡ് ആൻഡ് ബ്രൗൺ കളർ ആയിട്ട് മാറി, സ്പേഡ്സ് ഒക്കെ പിടിച്ചിട്ട്. അതുവരെയല്ലേ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഓക്കെ. Soon it was summer. അത് ഏത് സീസൺ ആയിരുന്നു? That was summer season അല്ലെ? വേനൽക്കാലം ആയിരുന്നു. The mango trees were full of golden fruits. വേനൽക്കാലത്ത് എന്ത് പിടിക്കും? മാവില് മാങ്ങ പിടിക്കുന്ന കാലാണ് അല്ലെ? മാവ് പൂക്കുന്ന കാലാണ് വേനൽക്കാലം. നോക്ക. The mango trees were full of golden fruits. മാംഗോ ട്രീന്റെ മുകളിൽ എന്തായി? It was full of golden fruits അല്ലെ? മാങ്ങ പഴുത്ത് നിൽക്കാണ്. അപ്പോഴല്ലേ ഗോൾഡൻ കളർ ആവുക അല്ലെ? പഴുത്ത് നിൽക്കുന്ന സമയത്തല്ലേ അതിന് ഗോൾഡൻ ഇല്ലേ? പച്ച കളർ അല്ലേ? പഴുത്ത് നിൽക്കാണ്. Okay. The mango trees were full of golden fruits. The sons looked proudly at the ripe of mangoes and the big green coconuts. നമ്മുടെ മക്കളില്ലേ? The son looked proudly. Proudly means proud എന്ന് വെച്ചാൽ എന്താണ്? അഭിമാനാണ് അല്ലേ? The sons looked proudly at the ripe of mangoes. Ripe എന്ന് വെച്ചാൽ എന്താ? Ripe. RIP. ഈ ripe means വിളഞ്ഞത്, അതായത് പഴുത്തത്. ഓക്കെ, വിളഞ്ഞത്. Soon it was summer. The mango trees were full of golden fruits. Golden fruits എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ പഴുത്ത മാംഗോസിനെയാണ്. The sons looked proudly at the ripe mangoes and the big green coconuts. അപ്പൊ നമ്മുടെ ആൺകുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് അല്ലെ, ആ ഓൾഡ് ഫാർമറിന്റെ മക്കൾക്ക് ഭയങ്കര അഭിമാനമായി. They looks proudly. എന്തിനാ? അവര് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ആ നിലമൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുഴിച്ചെടുത്ത് മണ്ണെടുത്ത് കൊടുത്തോണ്ടല്ലേ അതിന് നന്നായിട്ടത് വിളഞ്ഞത് അല്ലേ? മാംഗോസ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒന്നും കൂടി ഉണ്ട്, ഗ്രീൻ കോക്കനട്ട്സ് ഉണ്ട് അല്ലേ? അപ്പൊ അവര് the sons looked proudly at the ripe mangoes and the big green coconuts.
അപ്പൊ ആ പഴുത്ത മാംഗോസും കോക്കനട്ട്സും ഒക്കെ കാണുമ്പോ നമ്മുടെ മക്കൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഓ, നമ്മൾ പണിയെടുത്തിട്ടല്ലേ ഇത്രയും ഉണ്ടായിരുന്നത് എന്ന്. Please may we sell the fruits? Please may we sell. Sell means വിൽക്കുക അല്ലേ? Sell. Please may we sell the fruits? They asked their father. അവരുടെ അച്ഛനോട് അവർ ചോദിക്കണേ, പ്ലീസ് may we sell the fruits? ദയവേത് നമ്മൾ എന്ത് ചെയ്തോട്ടെ? ഏതായാലും നിധിയൊന്നും കിട്ടിയിട്ടില്ല അല്ലെ? അവർ ഉദ്ദേശിച്ച നിധി അവർക്ക് കിട്ടിയില്ല. എന്നിട്ട് ചോദിക്കാണ്, പ്ലീസ് may we sell the fruits? നമ്മൾ ഈ ഫ്രൂട്ട്സ് കൊണ്ടുപോയി വിറ്റോട്ടെ എന്ന് ഈ മക്കൾ അച്ഛനോട് ചോദിച്ചു. He agreed. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. So the sons went to the fruit merchant. Merchant എന്ന് വെച്ചാൽ എന്താ? Merchant എന്ന് വെച്ചാൽ ആരാണ്? മൊത്തമായിട്ട് മൊത്ത കച്ചവടക്കാരൻ നമ്മൾ പറയും. അതാണ് എക്സാക്ട് മീനിങ്. മൊത്ത കച്ചവടക്കാരൻ. എല്ലാം ഒരുമിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ടാവില്ലേ? നമ്മളിപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്താൽ കടയിൽ വാങ്ങുന്ന, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മൊത്ത കച്ചവടക്കാരാണ് മർച്ചന്റ് എന്ന് പറയാ, വ്യാപാരി. ഓക്കെ, ശ്രദ്ധിക്കുക. So the sons went to the, went means പോയി, went to the, so the sons went to the fruit merchant. ഫ്രൂട്ട്സ് ഒക്കെ മൊത്തമായിട്ട് എടുക്കുന്ന ആളുടെ അടുത്ത് നമ്മുടെ മക്കള് രണ്ടാള് പോയി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ ഇവിടെ താഴെ. The merchant was amazed to see the harvest. Harvest means what? വിളവാണ് അല്ലേ? ഹാർവെസ്റ്റ്. ഓക്കെ, the merchant was amazed to see the harvest. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കണ്ട സമയത്ത്, മാംഗോസും കോക്കനട്ടും ഒക്കെ കണ്ടപ്പോ നമ്മുടെ മെർച്ചന്റ് he became amazed. സർപ്രൈസ് ആയി പോയി അല്ലേ? I have never seen a crop as fine as this, he said. I shall give you a lot of money for the whole crop. Crop എന്ന് പറഞ്ഞാൽ എന്താ? crop. What do you mean by crop? എന്താ crop എന്ന് പറഞ്ഞാല്? വിള തന്നെയാണ് അല്ലേ? വിള. അതായത് മാംഗോസിനും കോക്കനട്ടിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹാർവെസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. The merchant was amazed to see the harvest. I have never seen a crop as fine as this, he said. The merchant എന്താ പറഞ്ഞത്? ഞാൻ ഇതുവരെ ഇത്രയും ഫൈൻ ആയിട്ടില്ല, ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, ഇത്രയും അധികം വിളവ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. I have never seen a crop as fine as this, he said. അദ്ദേഹം പറഞ്ഞു, I shall give you a lot of money for the whole crop. ഈ വിളവിനെല്ലാം കൂട്ടിട്ട് ഞാൻ എന്ത് തരാം? ഒരുപാട് പൈസ ഞാൻ നിങ്ങൾക്ക് തരാം. I shall give you lot of money അല്ലേ? ഞാൻ ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ട് ഒരുപാട് പൈസ നിങ്ങൾക്ക് വേണ്ടി തരാം. നെക്സ്റ്റ് പേജ്. എന്തേ എല്ലാരും ഉറങ്ങുകയാണ്? ശ്രദ്ധിക്കുന്നില്ലേ ക്ലാസ്സില്? ഓക്കെ. The farmer and his sons were happy. അപ്പൊ നമ്മുടെ ഫാർമറിനും അദ്ദേഹത്തിനും മക്കൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? കാരണം എന്താ? ഒരുപാട് പൈസ തരാന്ന് പറഞ്ഞില്ലേ നമ്മുടെ മെർച്ചന്റ്. ഓക്കെ. The merchant said, you must have worked very hard. That is why you got such a wonderful harvest. The merchant എന്താ പറഞ്ഞു നോക്കുക? The merchant said, you must have worked very hard. നിങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? You must have worked very hard. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. That's why you got such a wonderful harvest. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? ഈ അത്ഭുതകരമായ ഇത്രയും വിളവ് നിങ്ങൾക്ക്, ഇത്രയും ഹാർവസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയതിന്റെ കാരണം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ്. After the merchant left, the farmer said. After the merchant left, the farmer said. After the merchant left means പോയി എന്നുള്ള മീനിങ് ആണ് ഇവിടെ. മെർച്ചന്റ് പോയതിനു ശേഷം, ആഫ്റ്ററും ബിഫോർ നിങ്ങൾ പഠിച്ചതല്ലേ? ആഫ്റ്റർ ശേഷം, നമ്മുടെ മെർച്ചന്റ് പോയതിനു ശേഷം the farmer said, you can share this money. നമ്മുടെ ഫാർമർ പറയാണ്, ഓൾഡ് ഫാർമർ മക്കളോട് പറഞ്ഞു, okay, you can share this money. നിങ്ങൾക്ക് ഈ മണി രണ്ടുപേരില്ലേ, രണ്ടാം കൂടി നേർ പകുതിയായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. This is your treasure. എന്നിട്ട് ഫാദർ എന്താ പറഞ്ഞത്? This is your treasure. ഇതാണ് നിങ്ങളുടെ ട്രഷർ അല്ലേ? You earned it with your hard work. നിങ്ങൾ ഇത് എങ്ങനെയാണ് കിട്ടിയത്? നിങ്ങൾക്ക് എങ്ങനെ ഈ ട്രഷർ കിട്ടിയത്? എങ്ങനെ ഈ ട്രഷർ കിട്ടിയത്? By your hard work അല്ലേ?
നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ട്രഷർ നിങ്ങളുടെ കയ്യിലെത്തിയത്. എന്താ ട്രഷർ ഇവിടെ? ഹാർവെസ്റ്റ് ആണ് അല്ലേ? ഇത്രയും വലിയ വിളവ് കിട്ടിയില്ലേ അവർക്ക്, അവർ പണിയെടുത്തപ്പോ. ദ സൺസ് അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. അപ്പൊ മക്കൾക്ക് എന്ത് മനസ്സിലായി? ദ സൺ അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കി. അണ്ടർസ്റ്റുഡ്. ഓക്കെ, ദ സൺ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. അവരെന്താ മനസ്സിലാക്കിയത്? ദേ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലായി. ദിസ് വാസ് ദ ട്രഷർ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതാണ് നിങ്ങളുടെ ട്രഷർ.